ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടി ഒരു ക്ലാസ് തുടങ്ങി. അതിന്റെ 15ാമത്തെ ക്ലാസ് ആണ് ഇന്ന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എന്താ പഠിക്കുന്നത്? സർവനാമങ്ങളാ പഠിക്കുന്നത്. അതും സിംഗുലർ പ്രോനൗൺ, ഒരാളെ കുറിച്ച് പറയുന്ന സർവനാമങ്ങളാ. ആദ്യം അതിന്റെ അർത്ഥങ്ങളും അത് വെച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ ഉദാഹരണങ്ങളാ പഠിക്കുന്നത്. ഓക്കെ, ആദ്യം ചെറുത് പഠിക്കാം സെന്റൻസ്, എന്നിട്ട് നമുക്ക് വലുതിലേക്ക് പഠിക്കാം. അപ്പോൾ ഇന്ന് പഠിക്കുന്ന സർവനാമങ്ങള് മേരാ, അതുപോലെ ഏതാ തേരാ. എന്താ അർത്ഥം? ആദ്യം നമുക്ക് മേര നോക്കാം. മേര എന്റെ, തേര നിന്റെ. ഒരാളല്ലേ അതിലുള്ളൂ, സിംഗുലർ ആയിട്ടുള്ളു. ആ സർവനാമങ്ങളാണ് നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമുക്ക് മേരാന്ന് നോക്കാം. മേര എന്താ അർത്ഥം പറഞ്ഞേ? മേര എന്താ അർത്ഥം? എന്റെ. മേര എന്റെ. ഒന്ന് പറഞ്ഞാട്ടെ. മേര എന്താ അർത്ഥം? എന്റെ. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം മേര എന്നുള്ളതിൽ വെച്ചിട്ട്. മേര നമ്മളിപ്പം പറയില്ലേ, എന്റെ വീട്, അല്ലെങ്കിൽ ഇത് എന്റെ വീടാണ്. നമുക്ക് എങ്ങനെ പറയാ ഹിന്ദിയില്? യഹ് മേരാ ഘർ ഹേ. എന്താ അർത്ഥം മലയാളത്തില്? ഇത് എന്റെ വീടാണ്. എങ്ങനെ പറയും ഹിന്ദിയില്? യഹ് മേരാ ഘർ ഹേ. ഇത് എന്റെ വീടാണ്. മേര എന്താ അർത്ഥം പഠിച്ച നമ്മള്? എന്റെ. പിന്നീട് എന്താ പറയാ? യഹ് മേരി കിതാബ് ഹേ. യഹ് മേരി കിതാബ് ഹേ. കിതാബ് എന്താ അർത്ഥം? സോറി, ബുക്ക്, പുസ്തകം. യഹ് മേരി കിതാബ് ഹേ. യഹ് വരുമ്പോ ഹേ അവസാനിക്കും. എന്താ? ഇത് എന്റെ പുസ്തകം ആണ്, അല്ലെങ്കിൽ ഇതെന്റെ ബുക്ക് ആണ്. എങ്ങനെ പറയും ഹിന്ദിയില്? യഹ് മേരി കിതാബ് ഹേ. ഒന്ന് പറഞ്ഞാട്ടെ. യഹ് മേരി കിതാബ് ഹേ. മലയാളത്തിൽ എന്താ അർത്ഥം? ഇതെന്റെ പുസ്തകമാണ്. ഓക്കെ, അടുത്തത് നോക്കിയേ. എന്റെ പേര് ഇന്നതാണ്, അല്ലെങ്കിൽ എന്റെ പേര് റീജിയാണ്, അല്ലെങ്കിൽ എന്റെ പേര് രാഹുൽ ആണ്. നമുക്ക് എങ്ങനെ പറയാം? അവിടെ മേര വന്നില്ലേ? എന്താ പറയാം? മേരാ നാം, പേര്, രാഹുൽ ഹേ. എന്താ അർത്ഥം? എന്റെ പേര് രാഹുൽ ആണ്. എന്റെ പേര് രാഹുൽ ആണ്. മേരാ നാം രാഹുൽ ഹേ. എന്റെ പേര് രാഹുൽ ആണ്. അതുപോലെ മേര വെച്ചിട്ട് വീണ്ടും ഉദാഹരണം പറയാം. എന്റെ അമ്മ നല്ലതാണ്. നമുക്ക് എങ്ങനെ പറയാം? മേരി മാ ബഹുത് അച്ചി ഹേ. മേരി മാ ബഹുത് അച്ചി ഹേ. എന്റെ അമ്മ നല്ലതാണ്. അതുപോലെ എന്റെ അടുത്തൊരു പേനയുണ്ട്, അല്ലെങ്കിൽ എന്റെ അടുത്തൊരു ബുക്ക് ഉണ്ട്. നമുക്ക് എങ്ങനെ പറയാം? മേരെ പാസ് ഏക്ക് കലം ഹേ. മേരെ പാസ് ഏക് കലം ഹേ. എന്റെ അടുത്തൊരു പേനയുണ്ട്. ഓക്കെ, ഏതാ പഠിച്ചത്? ആദ്യത്തെ സർവനാമം ഇന്ന് നമ്മള് മേര. മേര എന്താ അർത്ഥം പഠിച്ചേ? എന്റെ. ഏക് മേര ഘർ ഹേ. ഇതെന്റെ വീടാണ്. ഏക് മേരി കിതാബ് ഹേ. ഇതെന്റെ പുസ്തകമാണ്. മേരാ നാം രാഹുൽ ഹേ. എന്റെ പേര് രാഹുൽ ആണ്. മേരാ നാം റീജ ഹേ. എന്റെ പേര് റീജയാണ്. ഓക്കെ, അടുത്ത സർവനാമം എന്റെ കഴിഞ്ഞാൽ നമുക്ക് നിന്റെ പഠിക്കാം. തേരാ. തേരാ എന്താ അർത്ഥം മലയാളത്തില്? നിന്റെ. മലയാളത്തിൽ പറയല്ലേ നിന്റെ. അടുത്ത ഫ്രണ്ട്സിനോടുള്ള നീ നിന്റെ. അപ്പൊ നിന്റെ പറയാൻ എന്താ? തേരാ. തേരാ ഘർ കഹാം ഹേ. നിന്റെ വീട്
എവിടെയാണ് നമുക്ക് ചോദിക്കാം. തേരാ ഘർ കഹാം ഹേ. തേരാ ഘർ കഹാം ഹേ. നിന്റെ വീട് എവിടെയാണ്. കഹാം ഹേ എവിടെ ആണ്. തേരാ ഘർ കഹാം ഹേ. നിന്റെ വീട് എവിടെയാണ്. യഹ് തേരാ കലം ഹേ. നമ്മൾ ആ പേന എടുത്തിട്ട് അത് അവരുടെ പേനയാണെങ്കിൽ അടുത്തുള്ള ആളോട് പറയും ഇത് നിന്റെ പേനയാണ് നമ്മൾ പറയില്ലേ പേന കാണിച്ചിട്ട്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം. യഹ് തേരാ കലം ഹേ. കലം പേന എങ്ങനെ പറയും. യഹ് തേരാ കലം ഹേ. എന്താ അർത്ഥം മലയാളത്തില്. യഹ് ഇത് നിന്റെ പേനയാണ്. ഹിന്ദിയിൽ എങ്ങനെ ചോദിച്ചു അല്ലെ പറഞ്ഞു. ഇത് തേരാ കലം ഹേ. ഇത് നിന്റെ പേനയാണ്. നിന്റെ അടുത്ത് എന്തുണ്ട് നമുക്ക് എങ്ങനെ ചോദിക്കാം. നിന്റെ അടുത്ത് പറയുമ്പോ എങ്ങനെ വരും. ആ തേരെ പാസ് ക്യാ ഹേ. തേരെ പാസ് അല്ലെങ്കിൽ തേരാ പാസ് തേരെ വരും. തേരെ പാസ് ക്യാ ഹേ. നിന്റെ അടുത്ത് ക്യാ ഹേ എന്താണ് അല്ലെങ്കിൽ എന്തുണ്ട്. എന്താണെന്നും ചോദിക്കാം എന്തുണ്ട് എന്നും ചോദിക്കാം. തേരെ പാസ് ക്യാ ഹേ. നിന്റെ അടുത്ത് എന്തുണ്ട്. തേരാ നിന്റെ എങ്ങനെ പറഞ്ഞു. തേരാ ഘർ കഹാം ഹേ. നിന്റെ വീട് എവിടെയാണ്. തേരെ പാസ് ക്യാ ഹേ. നിന്റെ അടുത്ത് എന്തുണ്ട്. ഇത് തേരാ കലം ഹേ. ഇത് നിന്റെ പേനയാണ്. അതുപോലെ നമുക്ക് എങ്ങനെ ഉദാഹരണം പറയാം. നിന്റെ സൈക്കിൾ പുതിയതാണെന്ന് നമുക്ക് എങ്ങനെ പറയാം. ആ തേരി സൈക്കിൾ നൈ ഹേ. തേരി സൈക്കിൾ നൈ ഹേ. നിന്റെ സൈക്കിൾ പുതിയതാണ്. അതുപോലെ ഇപ്പൊ നമ്മൾ പറയാം നീ പുസ്തകം എവിടെയുണ്ട് ചോദിക്കുമ്പോൾ നമ്മൾ അവരോട് പറയും നിന്റെ പുസ്തകം മേശന്റെ മുകളിലുണ്ട് അല്ലെങ്കിൽ മേശന്റെ അവിടെ ഉണ്ട്. നമുക്ക് എങ്ങനെ പറയാം മേശയുടെ മുകളിലുണ്ട് എന്ന്. തേരി കിതാബ് മേശ് പർ ഹേ. തേരി കിതാബ് മേശ് പർ ഹേ. നിന്റെ പുസ്തകം മേശയുടെ മുകളിലുണ്ട്. ഓക്കെ. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത സർവനാമം പഠിക്കാം. ബൈ.